ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മഞ്ജു വാര്യർ ഇപ്പോൾ കുറച്ച് കണ്ടന്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം ഒന്നിൻ്റെയും അവസാന വാക്കല്ല. സ്ത്രീകൾക്ക് ആദ്യം വേണ്ടത് സാമ്പത്തിക സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞത് ആരാണെന്നറിയോ? മഞ്ജു വാര്യറാണ്. ഇത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറയാം. വനിതാ കമ്മീഷന്റെ ഒരു പറന്നുയരാം എന്ന് കരുത്തോടെ എന്നൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മഞ്ജു വാര്യർ. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ശരിക്കും മഞ്ജു വാര്യർ കേട്ടോ. അപ്പൊ മഞ്ജു വാര്യർ സംസാരിക്കുമ്പോൾ ജലജ എന്നൊരു സ്ത്രീയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ജലജയെ കുറിച്ച് മഞ്ജു വാര്യർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജലജ എന്ന് പറഞ്ഞ സ്ത്രീ കാശ്മീരിലുള്ള ആളാണ്. ആ ആൾക്ക് ഭയങ്കര അങ്ങനെ പറന്ന് നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഹെവി ലൈസൻസ് എടുത്ത് ഇങ്ങനെ വണ്ടികൾ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആൾക്ക് ഭർത്താവും കുട്ടികളായിട്ട് വീട്ടിലെല്ലാതും പാചകവും ചെയ്ത് ഒക്കെ ജീവിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവരുടെ കുടുംബപരമായിട്ട് ശരിക്കും അവര് നടത്തുന്ന തൊഴിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാശ്മീരിൽ നിന്നിട്ട് ആപ്പിള് അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് ഇവരുടെ തൊഴിൽ. അപ്പൊ എന്ത് ചെയ്തു, ജലജ അതിന് വേണ്ടി ഒരു ഉപാധി കണ്ടെത്തിയത്, ജലജ തന്നെ ഹെവി ലൈസൻസ് പഠിച്ച് ലൈസൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് ആള് വലിയ ലോറി ഓടിച്ച് കാശ്മീരിൽ നിന്നിട്ട് ആപ്പിളും അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളും ഫ്രൂട്ട്സുകളും കൊണ്ട് കേരളത്തിൽ എത്തിച്ചു. അതെങ്ങനെയാണ് ഇത്രയും പാഷനോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ സ്വന്തം മക്കളെയും ഭർത്താവിനെയും ഒക്കെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് വ്ളോഗ് ചെയ്തുകൊണ്ട് അങ്ങനെ അവരവിടെ നടന്ന് ഭക്ഷണം വെച്ച് അങ്ങനെയാണ് സന്തോഷം കൊണ്ട്. അപ്പൊ ആളിത് ഒരു ആളുടെ ബിസിനസ് മാത്രമല്ല, ആളുടെ ഒരു പാഷനാണ്, ആളുടെ സന്തോഷമാണ്, സ്വന്തം കുടുംബത്തെ ഒപ്പം കൂട്ടിക്കൊണ്ടാണ്. അപ്പൊ അവരത് ചെയ്യുമ്പോൾ, അവർ സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ ആ ഒരു ജോലിക്ക് എന്തൊരു ഡിഗ്നിറ്റിയാണ്. അപ്പൊ ജലജയെ എക്സാമ്പിൾ വെക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം അമ്മയെയും പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എപ്പോഴും ഇണക്കുരുവികളെ പോലെ കാണുന്നവരാണ് ഞങ്ങൾ, ഞാനും എൻ്റെ ചേട്ടനും. അങ്ങനെ അച്ഛനൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മരിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു. എൻ്റെ അമ്മ ഇനി എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എന്ന്. ഞങ്ങളുടെ ഒപ്പൊക്കെ ഇരിക്കുമെങ്കിലും അമ്മയ്ക്ക് അച്ഛനുമായിട്ടൊരു പ്രത്യേക ബോണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഞങ്ങളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ അമ്മ എന്ത് ചെയ്തു, പാട്ടും നൃത്തവും ഒക്കെ പഠിക്കാൻ പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സമയം അങ്ങനെ ചെലവഴിച്ച് സന്തോഷം കണ്ടെത്തി. അപ്പൊ അച്ഛനില്ലെങ്കിലും അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അമ്മ കണ്ടെത്തി. അതുപോലെ അമ്മ പണ്ട് ഒരുപാട് എഴുതുമായിരുന്നു. അങ്ങനെ ആ എഴുത്തുകളൊക്കെ കോളേജ് ലെവലിലൊക്കെ എഴുതിയിരുന്ന എഴുത്തുകളൊക്കെ അമ്മ പൊടി തട്ടിയെടുത്ത് അതൊക്കെ ഫേസ്ബുക്കിൽ വെറുതെ ഒരു കുറിപ്പായിട്ട് പോസ്റ്റ് ഇട്ടു. അതൊക്കെ കണ്ടുകൊണ്ട് ഗൃഹലക്ഷ്മി അമ്മയെ നേരിട്ട് വന്ന് കണ്ട് അമ്മയെ കൊണ്ട് പുസ്തകങ്ങൾ എഴുതിച്ചു. അങ്ങനെ അമ്മ അതിൽ ശരിക്കും അമ്മ അഡിക്റ്റ് ആയിപ്പോയി. അപ്പൊ അച്ഛനില്ലാത്ത ഒരു വിടവ് അവിടെ അമ്മയുടെ പാഷൻ കണ്ടെത്തി നികത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് സ്ത്രീകൾ ചെയ്യേണ്ടത്. സ്വന്തം സന്തോഷത്തിന് വേണ്ടി ജീവിക്കണം എന്നൊക്കെയാണ് ആള് പ്രസംഗിക്കുന്നത് കേട്ടാ. ഇനി ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാത്തിനും ധൈര്യം കൊടുക്കാൻ സ്വന്തം മാതാപിതാക്കൾ ഒപ്പമുണ്ട് എന്നും കൂടി മഞ്ജു വാര്യർ പറയുന്നു. പിന്നെ മഞ്ജു വാര്യർ പ്രത്യേകിച്ച് പറയുന്നത്, എനിക്കൊരു ബക്കറ്റ് ഓഫ് ലിസ്റ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്കും ഇതേപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ സാധിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു. ഒരു ബക്കറ്റ് ഓഫ് ലിസ്റ്റ് എനിക്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നീന്തൽ പഠിക്കണമെന്നും ഡ്രൈവിംഗ് പഠിക്കണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇപ്പോൾ സാധിച്ചെടുക്കുകയാണ്. എനിക്കിപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണ് ഞാൻ അതൊക്കെ സാധിച്ചെടുക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ്റെ ബാക്കിൽ ഇരുന്നു കൊണ്ട് പോയ ഏതൊരു പെൺകുട്ടിക്കും ഒരു മോഹമുണ്ടാവും, ബൈക്ക് ഓടിക്കണം, ബൈക്ക് റൈഡർ ആവണം എന്നൊക്കെ ഉണ്ടാവും. ആ ഒരു ആഗ്രഹം എന്നിലും ജനിച്ചിരുന്നു. അതും എൻ്റെ ലിസ്റ്റിൽ ഇങ്ങനെ പൊടി തട്ടി ഞാൻ പുറത്തേക്ക് എടുത്തപ്പോഴാണ് ഇതൊക്കെ ഞാൻ സാധിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, പെൺകുട്ടികൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താവും, നമുക്ക് ചിറകുകൾ മുളയ്ക്കും എന്നാണ് പറയുന്നത്. ചിറകുകൾ നമ്മൾ മുളപ്പിക്കണം. എന്നിട്ട് ആ ചിറകുകൾ വെച്ച് നമുക്ക് പറക്കാൻ വേണ്ടി ആകാശം നമ്മൾ തന്നെ തനിയെ കണ്ടെത്തണം എന്നും കൂടി മഞ്ജു വാര്യർ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സ്പീച്ച് തന്നെയായിരുന്നു. നല്ല രസകരമായിട്ടുള്ള സ്പീച്ച്. ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ശരിക്കും ഇങ്ങനെ എന്താ പറയാ, നമുക്ക് കോരിത്തിരിച്ചു പോകും ആ സ്പീച്ച് കേട്ട. നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, ശാന്തിവിള ദിനേശ് മഞ്ജു വാര്യരെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ WCC എന്നൊരു സംഘടനയൊക്കെ ഉണ്ടാക്കിയത് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പൊ അമ്മയിൽ നിന്ന് കുറെ ആൾക്കാര്
ഇതിൽ ഈ WCCയിൽ കൂടുതലും 90% ആൾക്കാരും സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയ ആൾക്കാരാണ് സ്ത്രീകൾക്ക് ഒരു സംഘടന വേണം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. അതിൽ മഞ്ജു വാര്യറും ഉണ്ട്. പക്ഷെ മഞ്ജു വാര്യർ ആക്റ്റീവ് മെമ്പറായിട്ട് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല അതിൽ. എന്നുവെച്ചാൽ ആൾ ഒരിക്കലും ഫീൽഡ് ഔട്ട് ആയിട്ടില്ല. ആള് പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആയതുകൊണ്ട് ആൾ അതിലുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ ആള് സിനിമയിലെ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. അപ്പോൾ തുടങ്ങിയ സമയത്ത് 48, 58 ആൾക്കാരൊക്കെ ഇതിൽ മെമ്പേഴ്സ് ആയിരുന്നു WCCയിൽ. ഇപ്പൊ അതിൽ 6, 7 മെമ്പേഴ്സ് ഒക്കെ ഉള്ളൂ എന്നാ പറയുന്നത്. അപ്പോൾ ഈ കസബ എന്ന് പറഞ്ഞ ഒരു പോലീസ് കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ മമ്മൂട്ടി. ആ മമ്മൂട്ടിയെ എല്ലാവരും കൂടി വലിച്ചു കീറുന്ന, ഈ WCCയിലെ അംഗങ്ങൾ വലിച്ചു കീറുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിരുന്നു അല്ലെ. അതിൽ ആരൊക്കെയായിരുന്നു? റിമാ കല്ലിങ്കൽ, ഗീതു മോഹൻദാസ്, അത് പാർവതി, ഇവരൊക്കെയായിരുന്നു, പാർവതി തിരുവോത്ത്, ഇവരൊക്കെയായിരുന്നു വലിച്ചു കീറുന്നുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ പാർവതി തിരുവോത്ത് ആ പേര്, മമ്മൂട്ടി എന്ന പേര് പറയാൻ മടിക്കുമ്പോൾ നമ്മുടെ ഗീതു മോഹൻദാസാണ് ഒപ്പം ഇരുന്ന് പറഞ്ഞത്, പറയ് പേര് പറയ്, ആളെ പറയുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇത് കണ്ടപ്പോൾ, ഇങ്ങനെ മമ്മൂട്ടിയെ താഴ്ത്തി കെട്ടുന്നത് കണ്ടപ്പോൾ അവിടുന്ന് മഞ്ജു വാര്യർ ഇറങ്ങിപ്പോയി എന്നും കൂടി ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട് കേട്ടോ. കാരണം മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. സിനിമയിൽ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്ന ആള് ഈ മമ്മൂട്ടിയെ കുറിച്ച് അപവാദം പറഞ്ഞ് വെറുതെ പറഞ്ഞു പരത്തി കഴിഞ്ഞാൽ പിന്നെ മഞ്ജു വാര്യർക്ക് അവിടെ നിലനിൽപ്പ് ഉണ്ടാകുമോ സിനിമയിൽ? ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ മറ്റവർക്കൊന്നും നിലനിൽപ്പില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അവരൊക്കെ ഫീൽഡ് ഔട്ട് ആയിപ്പോയ ആൾക്കാരായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നു. പക്ഷെ കസബ എന്ന സിനിമയിലെ ആ കീഴുദ്യോഗസ്ഥയെ നമ്മുടെ മമ്മൂട്ടി ബെൽറ്റ് ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് വലിക്കുന്ന ഒരു സീനുണ്ട്. അതിലാണ് സ്ത്രീകളെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇവരൊക്കെ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയത്. ആ ഗീതു തന്നെ ടോക്സിക് എന്നൊരു സിനിമ ഇപ്പൊ ഇറങ്ങാൻ കിടക്കുകയാണ്. ഇത് സംവിധായകയാണല്ലോ. അപ്പൊ ടോക്സിക് എന്നൊരു സിനിമയിലെ റീൽസും പരസ്യവും ട്രെയിലറിലും മുഴുവൻ ഈ സ്ത്രീകളെ അപമാനിക്കുന്ന സീനുകളാണ്. അപമാനിക്കുക മാത്രമല്ല, പടത്തെ വെല്ലുന്ന തരത്തിലുള്ള സീനുകളാണ് ഇതിൽ മുഴുവൻ കാണിക്കുന്നത്. അപ്പോ ഈ സ്ത്രീകളെ അത് അപമാനമായിരിക്കില്ലേ അത്? അപ്പൊ എന്തുകൊണ്ടാണ് ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന ഗീതു? ഇപ്പൊ ഈ സ്ത്രീകളെ പരസ്യമായിട്ട് എക്സ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഗീതു അന്ന് പറഞ്ഞു നിർത്തിയത് എന്താണ്? സ്ത്രീകളെ എങ്ങനെ പരസ്യമായി എക്സ്പോസ് ചെയ്യുന്നു കസബയിൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഗീതു എന്താണ് ചെയ്തത്? ഗീതു മോഹൻദാസ് എന്താണ് ചെയ്യുന്നത്? സ്ത്രീകളെ പരസ്യമായി എക്സ്പോസ് ചെയ്യുക തന്നെയല്ലേ ചെയ്യുന്നത്? അശ്ലീലതയാണ് അതിൽ ഫുള്ള്. ടീസറിലും അതുപോലെ തന്നെ ട്രെയിലറിലും ഒക്കെ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടാണ് ആ പടം ഇറങ്ങാൻ പോകുന്നത്. മാർച്ചിലാണ് റിലീസ് എന്ന് പറയുന്നു.